ലൈംഗിക അതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. ഹർജിയിൽ വാദം പൂർത്തിയായി. രാഹുലിന്റെ 2 ഫോണുകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി. അതേസമയം രാഹുൽ കേസിൽ അതിജീവിതയെ അപമാനിച്ച മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാഹുലിനെതിരെ തെളിവുകൾ നിരത്തിയായിരുന്നു പ്രോസിക്യൂഷൻ വാദം. അതേസമയം പ്രതി ജനപ്രതിനിധിയാണെന്നും ജാമ്യം നൽകിയാൽ നാടുവിടില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. അറസ്റ്റ് ചട്ടം ലംഘിച്ചുകൊണ്ടായിരുന്നുവെന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. രാഹുലിന്റെ 2 ഫോണുകൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. അടച്ചിട്ട കോടതിയിലായിരുന്നു നടപടികൾ. ജാമ്യഹർജിയിൽ തിരുവല്ല 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നാളെ വിധി പറയും. ജാമ്യാപേക്ഷയിൽ വിധി പ്രതികൂലമായാൽ ജില്ലാ കോടതിയിൽ ഉടൻ തന്നെ അപ്പീൽ പോകാനാണ് പ്രതിഭാഗം തീരുമാനം. റിമാൻഡിലായ രാഹുൽ നിലവിൽ മാവേലിക്കര സബ് ജയിലിലാണ്. അതേസമയം രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കലിനെ പത്തനംതിട്ട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. 1ാമത്തെ പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിൽ ജാമ്യത്തിലായിരുന്ന രഞ്ജിത ഒളിവിൽ പോയിരുന്നു. പിന്നീടും ഇവർ സമൂഹമാധ്യമങ്ങളിലൂടെ അതിജീവിതയുടെ സ്വകാര്യ വിവരങ്ങൾ പരസ്യപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. കോട്ടയത്തെ ബന്ധുവീട്ടിൽ നിന്നാണ് രഞ്ജിതയെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനം, പത്തനംതിട്ട.